ആദ്യം പറഞ്ഞു മനസ്സിലായില്ല. VD സതീശന് വേണ്ടിയാണ് ADGP RS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ആരോപണം. അല്ല, ഞാനിതിപ്പോ പറയുന്നു, ഇതാണ് ഇതിന്റെ തിരക്ക് എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായി. കാരണം ADGP അജിത് കുമാറും ഇവനും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ പറയുന്നു നമ്മുടെ എന്താ പറയാ സോളാർ കേസ് അട്ടിമറിച്ചത് ഈ പറയുന്ന അജിത് കുമാറാണ്. സരിതയുടെ വെളിപ്പെടുത്തൽ വന്നതാണ്. അജിത് കുമാറാണ് അവരെ ബന്ധപ്പെടുന്നത്. നിങ്ങൾ സ്റ്റേറ്റ് പോലീസിന് കൊടുത്ത മൊഴികളിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി, ചില ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് ആ പരാതി കൊടുത്ത സ്ത്രീയല്ലേ, ഞാനല്ലല്ലോ. അപ്പൊ അതിൽ അജിത് കുമാർ ഉണ്ടല്ലോ. ആരാ സോളാർ കേസിലെ പ്രതികള്? ഈ പറഞ്ഞ UDF നേതാക്കന്മാരല്ലേ. ഇതൊക്കെ ഒരു പച്ചയായ സത്യം, ഒരു പ്രപഞ്ച സത്യം. ഈ പറയുന്ന അജിത് കുമാറിന് UDF നേതൃത്വത്തിലെ ചിലരുമായും ഇനി കേന്ദ്ര ഗവൺമെന്റിനെ പ്രീണിപ്പിക്കാൻ RSSുമായും ബന്ധമുണ്ട് എന്ന പ്രപഞ്ച സത്യത്തിന്റെ അവസാനത്തെ തെളിവാണിത്. പോലീസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, പോലീസിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിൽ ഒരു 10-20% അല്ലെങ്കിൽ 10% ഈ ക്രിമിനലുകളാണ് ജില്ലയിലെ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് കൊടുത്ത പരാതികൾ പലരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, പലരെയും പിൻവലിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ആരടുത്ത് പോയി പറയാൻ ആത്മവിശ്വാസമില്ല. സാധാരണക്കാരാണ്, ഇടത്തരക്കാരാണ്. അപ്പൊ അവർക്ക് നീതി കിട്ടാതെ പോയ പോലീസിന്റെ ക്രിമിനലിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കും, നമ്മൾ പരിശോധിക്കാം. ആ പരിശോധനയിൽ നമ്മൾ ആ നാട്ടിൽ വിളിച്ച് അന്വേഷിക്കും. ഈ പാർട്ടി കേരളം മുഴുവനുണ്ടല്ലോ. ഓരോ വാർഡിലും ഓരോ ഗ്രാമത്തിലും ഈ പാർട്ടിയുണ്ട്. ഈ പെറ്റീഷൻ തരുന്നവരെ ആ ഗ്രാമത്തിലായിരിക്കും. അവിടെ ഞാൻ പാർട്ടിക്കാരുമായി ബന്ധപ്പെടും, വെരിഫൈ ചെയ്യും. ബോധ്യപ്പെട്ടാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കും. മുഖ്യമന്ത്രി ഇതാണ് ഇതിന്റെ സ്ഥിതി, അന്വേഷിക്കണം. അത് ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി അന്വേഷിക്കാനുള്ള സംവിധാനം ഇന്ന് പോലീസിലുണ്ട്. അതിനാണ് നമ്പർ ഇട്ടത്. ഈ VD സതീശന് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി DGPക്ക് കൈമാറിയ പരാതിയാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ആധികാരികമായിട്ട് പറയാറുണ്ട്. അതിന് കുറെ തെളിവുകൾ ഹാജരാക്കുക അത് പറ്റാവുന്ന തെളിവുകൾ കൊടുക്കും. പോലീസ് അന്വേഷിക്കേണ്ട തെളിവുകളെ കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. അത് സത്യസന്ധമായി അന്വേഷിക്കും എന്ന് തന്നെയാണ്. കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അത് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടും ഏകദേശം ഒരു 150-200 ഡീറ്റെയിൽസ് പരിശോധിക്കാൻ പൂർണ്ണമായി പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിത് പറഞ്ഞോട്ടെ, പറഞ്ഞ കാര്യം പൂർത്തിയാക്കട്ടെ. നിങ്ങൾ പോകുന്ന അങ്ങോട്ട് എനിക്ക് മനസ്സിലാക്കി. ഇപ്പോ ഇന്നലെ മിനിയാന്ന് പൊന്നാനിയിലൊരു ലേഡി കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് 3 ഓഫീസർമാരെ കുറിച്ച്. ആ സ്റ്റേറ്റ്മെന്റിൽ പോലീസ് പരാതി കൊടുത്തു. ആ പരാതിയിൽ ഇതുവരെ പോലീസ് FIR എടുത്തിട്ടില്ല. അതിന് പല ഭാഷ്യങ്ങളും നിങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷ MLA ആയ കൊല്ലത്തെ മുകേഷ് MLAക്ക് 10 കൊല്ലം 15 കൊല്ലം മുമ്പ് തോണ്ടി പിടിച്ചു എന്നൊക്കെ പറയുന്ന കേസിന് എന്താ അടിസ്ഥാനമുള്ളത്? എന്തിലാണ് പോലീസ്, എന്ത് ബേസിലാണ് പോലീസ് FIR ഇട്ടിട്ടുള്ളത്? അത് 10-15 കൊല്ലം മുമ്പുള്ളതാ. ഇത് 5-8 മാസം മുമ്പ് ആ നാട്ടിൽ ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി പീഡിപ്പിച്ചു. പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു. ഇത് അന്വേഷിക്കാൻ ഇവിടെ ഏജൻസി ഉണ്ടല്ലോ. എന്താ ഒരു FIR ഇട്ടല്ല കുഴപ്പം? FIR ഇട്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞത് കളവാണെങ്കിൽ അത് റെഫർ ചെയ്യാനുണ്ട്. FIR എന്നത്തേക്കുമല്ല, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഷുഡ് ബി രജിസ്റ്റേർഡ്. പ്രത്യേകിച്ച് സ്ത്രീകൾ എടുക്കുന്നതാണെങ്കിൽ എന്താ രജിസ്റ്റർ ചെയ്താല്? IG-യുടെ നേതൃത്വത്തിലുള്ള ഒരു വനിതാ സംഘം അന്വേഷിക്കട്ടെ പോലീസ്. ഇവർ പറഞ്ഞ കളവാണെങ്കിൽ അത് റെഫർ ചെയ്യട്ടെ. അപ്പോ 10 കൊല്ലം മുമ്പ് ഇടതുപക്ഷ MLA എതിരെ ഏതെങ്കിലും എന്റെ പേരിൽ പറയാം, ഇപ്പൊ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് വന്നിട്ട് ഇവർ പറയിപ്പിക്കില്ല എന്ന് തോന്നുന്നു. 10 കൊല്ലം മുമ്പ് അവിടുന്ന് തോണ്ടി ഇവിടുന്ന് പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ മുകേഷിനെതിരെ കേസെടുക്കാം. സ്വന്തം നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിൽ, പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ, വനിതാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒരു പത്രപ്രവർത്തകൻ, ഒരു സ്ത്രീ മണിക്കൂറുകളോളം ഇരുന്ന് കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ട് SP-ക്ക് ഒരു പരാതി കൊടുത്തിട്ട് കേസെടുക്കൂല. ഇത് തന്നെ പോലീസ്. ഇതാണ് പോലീസ്. ആ പോലീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ADGP-യെ കുറിച്ചാണ് പറയുന്നത്. ഇതെന്താ വെള്ളരിക്ക പട്ടണോ?
ആർക്കും ഇത് മനസ്സിലാവില്ല. ആ വിശ്വാസം ഇല്ലാതുകൊണ്ടാണോ താങ്കൾ? അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.